ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഇന്ന് നമ്മൾ വീണ്ടും ഒരു കിടിലൻ ചാലഞ്ച് കൊണ്ടുവന്നിരിക്കുകയാണ്. ഹൈഡ് ആൻഡ് സീക്ക് at 3:33 AM. ഇപ്പൊ സമയം കൃത്യം പറഞ്ഞാല് 3:33 നമുക്ക് അധികം ശബ്ദം എടുക്കാൻ പറ്റില്ല, കാരണം എല്ലാരും എല്ലാരും ഉറക്കത്തിൽ അലിഞ്ഞ് ഉറങ്ങുന്ന രാവിലെ ആവാനായി. എന്നുവെച്ചാല് പുലർച്ചെയാണ് ഇപ്പൊ സമയം. എല്ലാരും നമ്മുടെ ചുറ്റുഭാഗത്തുള്ള ഒരൊറ്റ വീട്ടിൽ പോലും വെളിച്ചമില്ല. പിന്നെ എല്ലാവരും 3:33 AM എന്ന് പറയുന്നത് ഒരു ഹൊറർ ടൈം ആയിട്ടാണ് നമ്മൾ ഗൂഗിളൊക്കെ ചെയ്ത് നോക്കിയപ്പോ കണ്ടത്. ഈ സമയത്താണ് ചെയ്ത് നോക്കേണ്ട പേടിക്കും. ഈ സമയത്താണ് തമാശകല്ലേ, കാര്യം പറഞ്ഞു. ഈ സമയത്താണ് പ്രേതങ്ങൾ ഇറങ്ങുക. കാര്യമായിട്ട് ഈ സമയത്താണ് പ്രേതങ്ങൾ ഇറങ്ങുക. ഒരു പ്രത്യേക അവറാണ് ഇത് എന്നൊക്കെ പറയും. അതുകൊണ്ട് തന്നെ ഭയങ്കര ആൾക്കാർ ഇതില്ലേ, ഇതിപ്പോ നമുക്ക് മാത്രമേ അറിയുള്ളൂ ചാലഞ്ച് എന്ന്. പുറത്തുനിന്ന് ആൾക്കാർ ആരെങ്കിലും ഒന്ന് ജനലിൽ പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യത്തിൽ തീരുമാനമാവും. അത് നമുക്ക് അധികം ഉച്ചെടുക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഈ 3:33 ഇങ്ങനത്തെ ഒരു ഹൊറർ നെഗറ്റിവിറ്റിയുള്ള ആ ഒരു അവറിലാണ് നമ്മൾ ഹൈഡ് ആൻഡ് സീക്ക് ഗെയിം കളിക്കാൻ പോകുന്നത്. പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓരോരുത്തരും ഒറ്റയ്ക്കാണ് കളിക്കാൻ പോകുന്നത്. നമ്മൾ സ്വാഭാവികമായിട്ട് ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുന്ന പോലെ തന്നെ ഒരാള് കള്ളനായിരിക്കും, ബാക്കി രണ്ടുപേര് വീട്ടിന്റെ ഉള്ളില്, നമ്മൾ ഈ ചുറ്റുവട്ടത്ത് ഈ പരിസരത്തിന്റെ ഉള്ളിൽ. ധൈര്യമുള്ളവർക്ക് പുറത്ത് പോയിട്ട് ഒളിക്കാം, ധൈര്യം ഇല്ലാത്തവർക്ക് അകത്ത് യൂസ് ചെയ്യാം. അതെ, പാർക്കൊക്കെ വിജനമായി കിടക്കുന്ന പാർക്കാണ്. അതെ, പാർക്കിൽ വിളിക്കുന്നവരെ ശ്രദ്ധിച്ച് വിളിക്കണം. ചിലപ്പോ സെക്യൂരിറ്റി കണ്ടുപിടിച്ചടിക്കും. അത് ശരിയായിട്ടോ. ഇല്ല, ഞാൻ പറഞ്ഞ പോലെ തന്നെ സെക്യൂരിറ്റി ഒക്കെ കണ്ടു കഴിഞ്ഞാൽ സെക്യൂരിറ്റി വരുമ്പോ തന്നെ പറഞ്ഞാൽ മതി, ചാലഞ്ചാണ് ഞാൻ ആളാണെന്ന് പറഞ്ഞാൽ മതി. ചെയ്യുന്നുള്ളവർക്കൊരു പ്രതീക്ഷ ഉണ്ട്, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഈ മെഴുകുതിരിയും പിടിച്ച് ഇങ്ങനെ പോകുന്ന ഈ വെള്ളാട്ടപ്പോക്കർ പറഞ്ഞു കോമഡിയോ. സത്യം പറയാ, നല്ല പേടിയാവുന്നുണ്ട്. 3:33 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു ടൈമാണ്. ചെറുതായിട്ട് ഉറക്കമൊക്കെ വരുന്നുണ്ട്, പക്ഷെ സാരില്ല, നമ്മൾ എന്തായാലും ഹൈഡ് ആൻഡ് സീക്ക് ഗെയിം കളിക്കാൻ. എനിക്ക് ഒരു ഉറക്കൂല, എനിക്ക് പേടിയായിരുന്നത്. ഇപ്പൊ സമയം 3:33 ആയിട്ടില്ലല്ലോ. എത്ര സമയം? ഇപ്പൊ 3:29 ആയിട്ടുള്ളൂ. 33 കൃത്യം നമ്മൾ നമ്മുടെ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യും. ആദ്യം സെക്കൻഡ് അതായത് ഒളിക്കുന്നവരെ കണ്ടുപിടിക്കാൻ പൊത്തുന്ന ആൾക്ക് 3 മിനിറ്റേ സമയം ഉണ്ടാവുള്ളൂ. ആ 3 മിനിറ്റിനുള്ളിൽ 3 മിനിറ്റേ ഉണ്ടാവുള്ളൂ. ആ 3 മിനിറ്റിൽ കണ്ടുപിടിക്കാൻ പറ്റിയില്ലെങ്കിൽ അയാൾ പിന്നെയും പൊത്തേണ്ടി വരും. പൊളിക്കുന്ന ആള് ഈ 3 മിനിറ്റ് ഒന്നെങ്കിൽ സർവൈവ് ചെയ്യുക, അല്ലെങ്കിൽ ഈ 3 മിനിറ്റിന്റെ ഉള്ളിൽ വന്നിട്ട് സാറ്റ് അടിക്കുക. ഓക്കെ, ഇത് വിളിക്കുന്നവർക്കും പേടിയാവും, കാര്യം വെളിച്ചില്ലാതെ പോയിരിക്കും. ഇങ്ങനെ നോക്കി കഴിഞ്ഞാൽ പേടി ഉറപ്പാണ്. പിന്നെ ഈ ചാലഞ്ചിൽ നമുക്ക് കറണ്ട് യൂസ് ചെയ്യാൻ പറ്റൂല. എന്ന് വെച്ചാൽ ഈ വീട്ടിൽ മൊത്തത്തിൽ ഇപ്പം വെളിച്ചമില്ല, കണ്ടില്ലേ, മൊത്തത്തിൽ ഇതിൽ പിടിച്ച് കിടക്കുന്നുണ്ട്. അപ്പോൾ ഓരോ റൂമിലും ഹാളിലും അടുക്കളയിലും എല്ലാം ആയിട്ട് ഓരോ മെഴുകുതിരിന്റെ വെട്ടം മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ പൊത്തുന്ന ആളെ കയ്യിലും ഒരു മെഴുകുതിരി കൊടുക്കും. ആ ഒരു വെട്ടത്തിലായിരിക്കണം നമ്മൾ പോയി കണ്ടുപിടിക്കേണ്ടത്. സമയം ഇപ്പൊ 3:32. ഇപ്പൊ നമ്മളെ ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യും. കണ്ടോ, 3:32. ഇപ്പൊ 33 ആവും. മെഴുകുതിരി കൈമാറി കാക്കന്റെ തലന്റെ ബാക്കിലാണ് അതുള്ളത്, നമ്പർ ഉള്ളത് കാണൂല. 33 ആയോ? 33 സ്റ്റാർട്ട് ചെയ്യാം. 5 പോയി പൊത്തട്ടെ, ഞങ്ങൾ പോയിട്ട് വിളിക്കാം. 60 വരെ ഞാൻ എണ്ണും, എവിടെയാന്ന് വെച്ചാൽ പോയി വിളിച്ചു ഞാൻ കണ്ടുപിടിക്കും. 5 ക്യാരക്ടർ ആയി കഴിച്ച് നമുക്ക് പോയിട്ട് വിളിക്കാം. 1 2 3 4 5 6 7 8 9 10. ഞാനിവിടെ വീടിന്റെ പുറകിലാട്ടോ. ഞാനിവിടെ വീടിന്റെ പുറകിലാണ്. പുറത്തേക്ക് വരാൻ ചിലപ്പോൾ ധൈര്യം കുറവായിരിക്കും. അതിനോട് ഞാൻ ഇവിടെ തന്നെ ഇരിക്കാൻ വിചാരിച്ചു. ഫ്ലാഷ് ഓഫ് ആക്കട്ടെ. എനിക്ക് പുറത്ത് വിളിക്കാൻ പേടിയാണ്, അതുകൊണ്ട് ഞാൻ ഉള്ളിലാണ് കേട്ടോ വിളിക്കുന്നത്. ഞാൻ ബാൽക്കണിയിലാട്ടോ വിളിക്കുന്നത്. മെല്ലെ ഡോറ് തുറക്കല്ലേലുള്ള സൗണ്ട് കേൾക്കും. ഇവിടെ വീടിന്റെ പുറകിൽ ഒരു പഴയ മേശയുണ്ട്. ആ മേശന്റെ അടിയിൽ കയറി ഇരിക്കാട്ടോ ഞാൻ. 47 48 49 59 60. സമയം കണ്ടോർക്കണേ.
3 മിനിറ്റാണ് നിനക്ക് സമയം. 3 മിനിറ്റിനുള്ളിൽ നിനക്ക് ഓരെ കണ്ടുപിടിക്കാം. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഞാൻ ആദ്യം ഈ പുറത്ത് നോക്കി കഴിഞ്ഞിട്ട് ഉള്ളോട്ട് പോവാട്ടോ. അങ്ങോട്ടൊന്നും പോകാനുള്ള ധൈര്യം ഒരുക്ക് ഉണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. നിനക്ക് ധൈര്യം ഉണ്ടോ? ഇല്ല, അതുകൊണ്ടല്ലേ പറഞ്ഞത്. അങ്ങോട്ട് പോവാനുള്ള ധൈര്യം എനിക്കില്ല. ഞാൻ അപ്പുറത്ത് പാത്തി പോകുമ്പോ നോക്കി പോണേ. ഞാൻ കുറച്ച് ദൂരത്താ. സമയത്ത് കാര്യം കാറ് പോകുന്നു പേടിപ്പിച്ച് ഞാൻ കൊല്ലുകളെ. ശ്രീനെ കണ്ടുപിടിച്ചിട്ട് ഇനി ഷാമിയെ കണ്ടുപിടിക്കണം. ഇപ്പുറത്തോള് ബാക്കോട്ട് എന്തായാലും പോവില്ല. അവിടെ ഇനി ഷാമി ഉണ്ട് എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഉള്ളിൽ പോവാം. അയ്യോ കഷ്ടപ്പെട്ടു. ഞാൻ ഇതിനെക്കാട്ടി കഷ്ടമുള്ള സ്ഥലത്തോ അതിൻ്റെ ഉള്ളിൽ ഞാൻ ഇങ്ങനെ നോക്കിയിട്ട് കാണുന്നില്ല. ഞാൻ വെറുതെ ഒന്ന് അടുത്തേക്ക് പോയതാ. ഇനി അടുത്ത ഷാമി. എനിക്ക് എത്ര സമയം ഉണ്ട് നോക്കുന്നല്ലോ. ഇരുപത് സെക്കൻഡോടെ ബാക്കിയുള്ളൂ. പേടിപ്പിക്കാൻ പാടില്ല. ഇനി ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോ ധൈര്യത്തോടെ 2, 1. ഇനിയിപ്പോൾ വരുമ്പോ പേടിക്കൂ. ഈശ്വര ഒറ്റയ്ക്ക് ബോധം പോയോ? പുറത്തെങ്ങാനുണ്ടാവോ? എവിടെ ഉണ്ടാവോ? ഷാമി ശ്രീ അവിടെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇരിക്കുന്ന എവിടെയാ? ഞാൻ നീ പറഞ്ഞുതരാൻ പറ്റില്ല. എനിക്ക് അടുത്ത പ്രാവശ്യം പോയി വിളിക്കേണ്ടതാണല്ലോ. ഞാൻ പേടിച്ചിട്ടാണ് പോയിട്ട് അകത്തിരുന്നത്. എനിക്ക് തോന്നി കാര്യം ഞാൻ അവിടെ വരുന്നു. അപ്പത്തേന്റെ ടൈം കഴിഞ്ഞു. എന്നെ കണ്ടുപിടിച്ചില്ലേ പിന്നെ ഒക്കെ സമാധാനം. പുറത്ത് പോയി നോക്കി. ഞാൻ പുറത്ത് പോയി ഒന്ന് ജസ്റ്റ് നോക്കിയപ്പോൾ ആ ടേബിളിന്റെ അടിയിൽ ഇങ്ങനെ ഇരിക്കുന്നു. പക്ഷെ ആ വെട്ടം ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നതായിട്ട് ഞാൻ കണ്ടു. നിങ്ങൾ നിരീക്ഷിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലായിരുന്നു ഞാൻ വിളിച്ചത്. ജനലിന്റെ അടുത്തായിരിക്കും. അല്ല, അവിടെ വേറെ ആരുമില്ലല്ലോ. ഞാൻ കൈമാറിയിട്ടുണ്ട് താലം. ഇനി എവിടെന്ന് വെച്ചാൽ പോയിക്കോളൂ. അപ്പൊ സാധാരണ ഞാനാണ് കണ്ടുപിടിക്കട്ടെ അടുത്തത്. അല്ല, സാധാരണ ഞാനാണ് ഫസ്റ്റ് സെക്കൻഡും ഒക്കെ പോവാറ്. ഇപ്രാവശ്യം നേരെ തിരിച്ചായി പോയി. എന്തായാലും ഞാൻ സെക്കൻഡ് പൊത്താന്ന് പറഞ്ഞു. അപ്പൊ 1 മിനിറ്റ് സമയമുള്ളൂ. വേഗം പോയി വിളിച്ചോ. കണ്ടുപിടിച്ചിരിക്കും. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 20, 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32, 33, 34, 35, 36, 37, 38, 39, 40, 41, 42, 43, 44, 45, 46, 47, 48, 49, 50, 51, 52, 53, 54, 55, 56, 57, 58, 59, 60, 61, 62, 63, 64, 65, 66, 67, 68, 69, 70, 71, 72, 73, 74, 75, 76, 77, 78, 79, 80, 81, 82, 83, 84, 85, 86, 87, 88, 89, 90, 91, 92, 93, 94, 95, 96, 97, 98, 99, 100, 101, 102, 103, 104, 105, 106, 107, 108, 109, 110, 111, 112, 113, 114, 115, 116, 117, 118, 119, 120, 121, 122, 123, 124, 125, 126, 127, 128, 129, 130, 131, 132, 133, 134, 135, 136, 137, 138, 139,
41, 42, 43, 44, 45, 46, 47, 48, 49, 50. അൻപത്തൊമ്പത്, 60 കഴിഞ്ഞു. 3 മിനിറ്റാണ് സമയമുള്ളത്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഇവിടെ എനിക്ക് ആദ്യം പുറത്ത് തപ്പണം, എന്നിട്ട് ഇത്
ഇതെന്താ ചെരുപ്പ് ഇവിടെ? ഇത് അഞ്ചിന്റെ ചെരുപ്പല്ലേ? എന്നെ ഡൈവേർട്ട് ചെയ്യാൻ വേണ്ടി ഇട്ടതാണിത്. അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അപ്പൊ ഞാൻ ഇതുവഴി ഇങ്ങനെ വന്നിട്ട് ഈ ട്രിക്ക് എന്റെ അടുത്ത് ഞാൻ നേരത്തെ പ്രതീക്ഷിച്ചു. അതിനോട് തന്നെ ഞാൻ ഇവിടെ കൂടെ നോക്കിയപ്പോ എനിക്ക് ചെറുതായിട്ടൊരു നിഴൽ അനങ്ങുന്ന പോലെ തോന്നി. ഞാൻ കുറച്ച് ഓവർ സ്മാർട്ട് അധികം ഗസ് ഉണ്ടായിരുന്നു ഗൈസ്. ആ കാറിന്റെ പുറകിൽ ആരെങ്കിലും ഒരാൾ ഒളിക്കുന്നു. 3 മിനിറ്റേ ഉള്ളൂ ടൈം. കഥ പറഞ്ഞാൽ വേഗം പോയിട്ട് 5 ഇല്ല 2 മിനിറ്റും 26 സെക്കൻഡ്. ഞാൻ സഹായിക്കണം. പേടിപ്പിക്കാതിരുന്നാ മതി. പിന്നിൽ നോക്ക്. ഡൈവേർട്ട് ചെയ്യാണോ എനിക്ക് നല്ല സംശയമുണ്ട്. ഞാനല്ലേ എന്തായാലും കൊത്തണ്ടേ. ഒരു മിനിറ്റ് 53 സെക്കൻഡ്. അഞ്ചിക്ക് പുറത്ത് വിളിക്കാൻ മാത്രമുള്ള ധൈര്യം ഉണ്ടോ? നല്ല ധൈര്യമുണ്ട്. ഇപ്പൊ അതുവഴി നോക്കുമ്പോൾ അപ്പുറത്ത് കൂടെ വന്നിട്ട് സേറ്റ് അടിച്ചാലോ? കോട്ടൊന്നെടുത്ത് മാറ്റിക്കൂടെ? മച്ചി പേടിച്ച് എന്തായാലും പാർക്കിൽ പോയി വിളിക്കാനുള്ള ധൈര്യമൊക്കെ ഇല്ല. അകത്ത് തപ്പ. ഓള് വരുമ്പോ ഞാൻ വിളിക്കൂ. 1 മിനിറ്റ് കൂടെ ബാക്കി. 1 മിനിറ്റ് 4 സെക്കൻഡ് ബാക്കിയുള്ളൂ കേട്ടോ ശ്രീ. അത് 5 ഹെൽമെറ്റ് കണ്ടിട്ട് 5 ചെയ്തത്. അടുക്കള കബോർഡിന്റെ ഉള്ളിൽ 5 ഇരിക്കുന്നുണ്ട്. ഇവിടെ ഈ ഇരുട്ടത്തൊക്കെ ഇരിക്കാൻ എവിടെയില്ല പേടിപ്പിക്കുന്ന പേടിച്ചിട്ട് ഓടി. അല്ലെങ്കിൽ തന്നെ കണ്ണുണ്ടോ പേടിക്കും. എന്റെ കൂടെ കണ്ണ് ഇട്ടു. ശ്രീ 34 സെക്കൻഡ് ബാക്കിയുള്ളൂ. 34 സെക്കൻഡ്. 24 23 22 ഉണ്ടോ? വാതിൽ തുറന്നിട്ടുള്ളൂ. അത് 5 മിസ്ലീഡ് ചെയ്യാൻ വേണ്ടി ഞാൻ പലതും ചെയ്യും. ഇവളപ്പൊ പുറത്ത് വിളിക്കാനാണ് ചാൻസ്. അതല്ലെങ്കിൽ ഇങ്ങനെ ഓടി വന്ന് നോക്കാൻ പറ്റൂല. നമുക്ക് വേസ്റ്റിരിക്കുന്നില്ല ഇവിടെ പേടിച്ചിട്ട്. ഞാൻ അങ്ങനത്തെ ഒരു സ്ഥലത്താ പോയി ഞാൻ 5 ഉള്ളിലായിരുന്നു. ഞാൻ എവിടെയാന്ന് ഞാൻ പറയില്ല. 5 സെക്കൻഡോട് അതല്ല കോമഡി. ഞാൻ നേരെ കാറിന്റെ അങ്ങോട്ട് തിരിഞ്ഞപ്പോ എനിക്ക് എന്തോ ഒരു ഇപ്പുറത്ത് ഒളിക്കാൻ ചാൻസ് എനിക്ക് ആദ്യം തോന്നിയത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മുമ്പിട്ട് അല്ല ഞാൻ ആലോചിച്ചില്ല ചിലപ്പോ കാറിന്റെ അവിടെ അവള് പെട്ടെന്ന് നോക്കുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു നോക്കൂല. അങ്ങനെ വിചാരിച്ചു. ഓവർ കോൺഫിഡൻസ്. താങ്ക് യു. കൈമാറി. അല്ലാതെ ആൾക്കാർ മേടിക്കില്ല. അതുകൊണ്ടോ ഞാൻ പോട്ടെ. പോയി വിളിച്ചോ. അകത്ത് പോയി വിളിച്ചോ കേട്ടോ. ഷാമി പുറത്തേക്ക് ഞാൻ നോക്കൂല. സൂക്ഷിക്കണേ ഒറ്റയ്ക്ക് പോകുമ്പോ എന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളെ തിരഞ്ഞിട്ടല്ലേ വരുന്നത്. ക്യാമറ ആയിട്ട് അതാ സംഭവം. ഒളിക്കാനാ വേണ്ടി. സമയം ഇപ്പൊ പുലർച്ചെ 4 മണിയാണ്. ഇതുവരെ പ്രേതത്തിന്റെ ഇതുവരെ പ്രേതത്തിന്റെ ശല്യങ്ങളൊന്നുമില്ല. ഇനിയിപ്പോ ചിലപ്പോ ഇവർ ഒറ്റയ്ക്ക് ഒളിക്കുമ്പോഴായിരിക്കും അതിന്റെ ശല്യം വരാൻ. ഒറ്റയ്ക്ക് വിളിക്കുമ്പോഴുണ്ടാവും. ഇത് ഇവനെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ആ കോട്ടിലെ എല്ലാ വിഷയം റെയിൻ കോട്ട് ഇവിടെ ബ്ലാക്ക് വെച്ചിട്ട് പേടിയാണ്. പോയിക്കോ ഞാൻ 60 വേണം. എങ്ങോട്ട് പോയിക്കോന്ന്? അകത്തേ പോണല്ലേ? അകത്തേക്ക് പോണം. ഒളിക്കൂല. കട്ടിലിന്റെ അടിയില് അലമാരയുടെ ബാക്കില് അവിടെ കുളിച്ചാൽ മതി. അവിടെ തന്നെ വിളിക്കാം. 1 2 3 4 5 6 7 8 9 10 13 14 15 16 17 18 19 20 21 22 23 24 25 26 27
60. ഞാൻ നോക്കാൻ പോണേ. ഓക്കെ, യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഞാൻ ആ ഗേറ്റ് തുറക്കുന്നൊരു സൗണ്ട് കേട്ട്, പക്ഷെ അതിനെ വെറുതെ മിസ്ലീഡ് ചെയ്യാനായിരിക്കും. അപ്പം ഞാൻ ആദ്യം അകത്ത് പോയി വെക്കാം, അതാണ് സേഫ്. അകത്തായിരിക്കും. പുറത്ത് കുറച്ചെങ്കിലൊക്കെ നോക്കി രാത്രി കയറിയപ്പോരേ. പുറത്ത് വേണ്ട, അകത്ത് നോക്കാം. കാറിന്റെ പിന്നിലൊന്നും പോയി വിളിക്കില്ലേ. എനിക്കാരോ ഇതുവഴി വന്ന പോലെയും തോന്നി. സമയം 2 മിനിറ്റും 20 സെക്കൻഡും. 2 മിനിറ്റ് 20 സെക്കൻഡ് അല്ലേ? ഇതിപ്പോ കണ്ടില്ലേ? ഞാൻ അവിടെ എത്തിയപ്പോഴേ അവിടെ നിന്നുണ്ട് ശബ്ദം. അത് ശ്രീ വെള്ളയില് ഇത് ഈ കളറ് പെട്ടെന്ന് ഇനി അടുത്ത 5 പാർക്കിലെങ്ങാനും ഒളിച്ചിരിക്കണ്ടാവോ? നല്ല ആളാ പോയി ഒളിച്ചത്. ഞാൻ 5 മുകളിൽ പോയി നോക്കട്ടെ. ഷാമി, ഞാൻ വരട്ടെ. എന്തിനാ? ആ പോയി. എങ്ങനെ ഞാൻ ശ്രീ ഒരേ സ്ഥലത്ത് വന്നത്, പക്ഷെ അപ്പുറത്ത് ഞാനും ഇവിടെ ഇങ്ങനെ നിൽക്കാം. അപ്പൊ ഇവിടുന്ന് വരുന്ന ഓള് ഇവിടെ മാത്രമേ കണ്ടുള്ളൂ. ഞാൻ ആ ഭാഗത്തേക്ക് നോക്കിയതുമില്ല. അതിന് ഞാനത് ഇത് കണ്ടോടത്തിന് ഞാൻ ഓടിപ്പോയിട്ട് അതല്ല, കണ്ടപാടെ പേടിച്ച്, എന്നിട്ടാണ് ഓടിപ്പോയത്. കണ്ടപാടെ പേടിച്ച്, പിന്നെ നോക്കാത്തോണ്ട് ഞാൻ പോയിട്ട് പിന്നെ ആ ഭാഗത്തേക്ക് വന്നതുമില്ല. അല്ല, ഈ ബ്ലാക്ക് ഇട്ടുകൊണ്ട് 5 കാണൂല. പോയിട്ടത് ഇരിക്കല്ലേ, പോയിക്കോളൂ. താരം പിടിച്ചോ, എന്നാലും പിന്നെ ഇങ്ങനെ കിട്ടും. ഞാൻ ആ ഒരു സീക്രട്ട് സ്ഥലത്ത് ഇവളെ കൊണ്ടു നിർത്തിയിട്ട് അടുക്കളയിൽ ഞാൻ ഇങ്ങനെ പോയിട്ട് 2ാമത്തെ അടുക്കളയിൽ ഞാൻ നോക്കാൻ വേണ്ടി പോവാ. അപ്പൊ അവിടുന്ന് അത് ഞാൻ പറഞ്ഞ, അത് ഞാനല്ല, അത് ഇവള് ചിരിച്ചത് ഇവളെ കൂടി ഞാൻ മിണ്ടാതാക്കാൻ വേണ്ടി വീഡിയോ എടുക്കുമ്പോൾ വെളിച്ചം വരുന്നുണ്ട് പറയും. ഞാൻ അങ്ങോട്ടേക്കാണ് നോക്കാൻ വരുന്നത്, പക്ഷെ എത്തി ഞാനിങ്ങനെ നോക്കാൻ വേണ്ടി പോകുമ്പോ അവിടുന്ന് അത് കഴിഞ്ഞ് ഇവളെ തല കണ്ടത് ഓടി. പിന്നെ നോക്കിയില്ല. കുഴപ്പമില്ല, എന്തായാലും ശ്രീ ആണല്ലോ പോയിക്കോളൂ. ഇവളെ മണ്ടത്തരം കൊണ്ട് അവര് എന്നെ മാത്രം പിടിച്ചല്ല, കൂടെ ഇവളും കൂടെ ഉണ്ടാവുമായിരുന്നു. വേഗം പോയി വിളിച്ചോ. വേഗം 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. ഞാൻ 21 22 ചിരിച്ചു കൊളാക്കി. ശ്രീ എണ്ണിക്കോ, ശ്രീ എണ്ണിക്കോ, 25 26 27 28 29 30 31 32 33 34 35 36 37 42 43 44 45 46 47 48 49. ഗൈസ്, ഞാനിപ്പോൾ വന്ന് വിളിക്കുന്നത് ഫസ്റ്റ് വിളിച്ചില്ല ബാൽക്കണി, അവിടെ തന്നെയാണ് കേട്ടോ. ഞാനിവിടെ വിളിക്കാം. നേരത്തെ വിളിച്ച അതേ സ്ഥലത്ത് ബാൽക്കണിയിൽ ചെയറിൻ്റെ ബാക്കിൽ വന്ന് വിളിച്ചതാണ് കേട്ടോ. നേരത്തെ 5 ചിരിച്ചു കൊളായി. ഗൈസ്, ഞാൻ പാർക്കിലേക്ക് ഓടിയാണ്. മതിൽ ചാടിയത് കണ്ട് 5 ചിരിച്ചു കൊളാക്കി. എന്നെ കഴിഞ്ഞ് 59
60. ഇവര് ചിരിച്ച് കൊളാക്കി ഗേറ്റ് തുറക്കാൻ നോക്കിയില്ലേ? സൗണ്ട് ഞാൻ കേട്ട്. Your time starts now. തിരിച്ചറിയിക്കാൻ നോക്കേണ്ട ആവശ്യമില്ല. ഞാൻ മതിലിന്റെ ആ സൈഡിൽ കഷ്ടപ്പെട്ട് നിൽക്കുന്നു. ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടായി ഒക്കെ കണ്ടത്. ഈ മൂന്നാമത്തെ തവണയല്ലേ സാറ്റ് അടിക്കുന്നത്? മൂന്നാമത്തെ തവണ കഴിച്ച് എനിക്ക് വയ്യ. എന്നെ കണ്ടുപിടിച്ച ചിലപ്പോ ഞാനായിരിക്കും പൊത്തേണ്ടി വരാം. ചമ്മന്തി ആയന്റെ എല്ലാം നോക്കിക്കോ. എവിടെ വേണേ ഇരിക്കും. 1 മിനിറ്റും 47 സെക്കൻഡും. ആ സാഹസം ഇനിയോട് കാണിക്കോ? വിശ്വസിക്കാൻ പറ്റൂല. അതാ 1 മിനിറ്റ് 2 സെക്കൻഡ് ബാക്കി. ഞാൻ പിന്നെ നടക്കുന്ന എനിക്ക് പേടിയിട്ടോ. എനിക്ക് പേടിയാണ്. 22 സെക്കൻഡോടെ ബാക്കിയുള്ളൂ കേട്ടോ. സാറ്റ് അടിക്കുന്ന സൗണ്ടില്ല. അപ്പൊ എവിടെയോ കുടുങ്ങി കിടക്കുക. 10 സെക്കൻഡ്. 5 4 ഞാൻ പിന്നെ തോറ്റു. ഷാമി വന്ന് നോക്കിയിട്ട് പോയിട്ട് കണ്ടുപിടിച്ചില്ല. ബോധം കേട്ടാ ഷാമി എവിടെടാ? ഇവിടെ അമ്മ ഉറങ്ങാൻ. ഞാൻ വേശി ഇതിന്റെ കൂടെ ഇങ്ങനെ കയറി കിടന്ന് ഉറങ്ങിയോ നോക്കിയിരുന്നു. നീ കട്ടിയില്ല ഷാമി. ആരെയും തട്ടിയാണ് എവിടെ? ഇനി ഈ തുണിന്റെ കൂട്ടത്തിലുണ്ടോ നോക്കി? നോക്കിക്കാനെ സ്ഥലോ പെട്ടെന്ന് എന്ത് ഇളകുന്നുണ്ടോ? പേടിക്കരുതിട്ടോ. എവിടെ അവളെ? ഷാമി കഴിഞ്ഞടാ. വന്ന് നോക്കിട്ട് പോയി. ബാൽക്കണിയിൽ വന്ന് നോക്കിട്ട് പോയി. ഞാൻ ആ ചെയറില്ലേ, ആ ചെയർസിനുള്ളിൽ നെറ്റ് ഇട്ടിട്ട് നെറ്റ് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് വെച്ചിട്ട് ഇരിക്കുന്നു. ഞാൻ ആ 3 ചെയറിന്റെ ഇടയിൽ നെറ്റ് പുറത്തേക്ക് ആക്കിട്ട് ഇരിക്കുന്നു. അപ്പൊ എനിക്ക് അവിടുന്ന് ചിരി വന്നിട്ടില്ലേ, ചിരി അടക്കാൻ പറ്റുന്നില്ല. നേരത്തെ പോലെ സൗണ്ട് ഉണ്ടാക്കി പോകാൻ തോന്നിപ്പോയി. ഒന്നും കൂടെ അല്ല, ഞാൻ ഈ പുറത്തേക്ക് ചാടി, ഇവള് പുറത്തേക്ക് ചാടി. ഞാൻ തിരിച്ച് ഗേറ്റ് തുറന്ന് വന്ന് ആ ഗേറ്റ് തുറന്ന് വെച്ചോണ്ട് എനിക്ക് എളുപ്പമായി. ഞാൻ പിന്നെ മതിലെടുത്ത് പുറത്തേക്ക് കണ്ടുപിടിച്ചോണ്ട് നോക്കി എളുപ്പമായി. അത് ഇവിടെ കൊളാക്കി. ഇവിടെ ചിരി കണ്ടോളാൻ പറ്റില്ല. അതാണ് ഇവിടെ ചിരിച്ചു തുടങ്ങി. ഞാൻ നല്ലപോലെ മതിൽ ചാടി കൊടുത്തു. രണ്ടാളും കൂടി മതിൽ ചാടുക. അതിന്റെ ഇടയിൽ 5 ചിരിച്ച്. പിന്നെ ഞാൻ എന്താ കുഞ്ഞെ തിരിച്ചു വരില്ല. അവളെ എന്തായാലും വന്ന് പാർക്കിൽ നോക്കൂലേ. അപ്പൊ ഇനിയിപ്പോ അങ്ങോട്ട് പോകൂലെന്ന് വിചാരിച്ചിട്ട് ഇവിടെ അവിടെ നോക്കൂലല്ലോ. അപ്പൊ ഞാൻ പിന്നെയും മതിലെടുത്തു. പക്ഷെ ഇവള് പാർക്ക് നോക്കില്ല. ഇവളെ ഒച്ച കേട്ടോണ്ട് നിങ്ങൾ അവിടെ വിളിക്കൂലെന്ന് വെച്ചിട്ട് ഇവള് വേറെ സ്ഥലത്തോട്ട് പോയി. ഇവളിന്ന് വന്നു നോക്കി പോയിട്ട് മനസ്സിലായില്ല.
ഈ ചാലഞ്ച് അന്ന് പ്രേതത്തിന് തെരഞ്ഞു പോയാളപ്പോ ബാൽക്കണി ആദ്യമായിട്ട് ഒരു ചാലഞ്ച് എനിക്ക് ഇങ്ങനെ ഇത്ര നന്നായിരുന്നു. ഞാൻ 3 പ്രാവശ്യം സെറ്റ് അടിച്ചു. അത് സ്വാഭാവികമാണല്ലോ, എപ്പോഴും ഹൈഡ് ആൻഡ് സീക്ക് ഉണ്ടെങ്കിൽ ഇവിടെ എങ്ങനെങ്കിലും തിരിഞ്ഞു മറിഞ്ഞു ഒരു കഴിവാ കഴിച്ചു. അത് പെട്ടെന്ന് അങ്ങനെ ആയിപ്പോണം. ഇങ്ങനത്തെ ഒരു ദാരിദ്ര്യം ഉണ്ടായിട്ടില്ല, ഇതുവരെ ഉണ്ടായിട്ടില്ലേ? ഇവളാണ് ചിരിച്ച് മൊത്തക്കൊളാക്കിയത്. എനിക്ക് വയ്യ. അപ്പൊ മുതൽ തുടങ്ങിയ എന്റെ കഷ്ടകാലം. അപ്പൊ മുതൽ തുടങ്ങി ശത്രുതയാണ്. എന്റെ കയ്യും മൊത്തം പൊള്ളി പോയി ഒളിക്കാണ്. ശ്രീകരേനെ ശ്രീകരേനെ 1 2 3 ഇതിലും വേഗം 7 8 വേഗം പോയി കളിച്ചോ. 9 ഇതിലും ഭേദം പ്രേതം പിടിക്കുന്നതായിരുന്നു. 11 12 15 16 17 18 19 20 21 22 26 ഞാൻ പാർക്കിലേക്ക് വന്നതാണ്. എനിക്ക് നല്ല പേടിയുണ്ട്. 5 വീടിൻ്റെ മുറ്റത്ത് തന്നെ ഗേറ്റിൻ്റെ അവിടെ വിളിച്ചതാ. അതുകൊണ്ട് എനിക്ക് അവിടെ വിളിക്കാൻ പറ്റില്ല. അപ്പം ഞാനിവിടെ പാർക്കിലേക്ക് വന്നാട്ടോ. ഇനി ആരെങ്കിലും കണ്ടാൽ പേടിച്ചു എന്ന് ഉറപ്പാണ്. എനിക്കെന്നെ പേടിയുണ്ട്. പക്ഷെ അവിടുത്തെ പോലെയല്ല കേസ്. ഇവിടെ വിളിച്ചിരിക്കേണ്ട ആവശ്യമില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയൊക്കെ ചെയ്യാം. ഇപ്പം ശ്രീ വരുന്ന കണ്ടാൽ അപ്പുറത്ത് കൂടെ ഓടിയിട്ട് പോയിട്ട് സാറ്റ് അടിക്കുക. ഫ്ലൈറ്റൊക്കെ പോകുന്നുണ്ട്. ഞാൻ അപ്പുറത്തേക്ക് കിട്ടേക്ക് പേടി കൊണ്ട് ഇവിടെ നിൽക്കേ. ഇവിടെ നിന്ന് നോക്കിയാലോ? അല്ലെങ്കിൽ ഇതുവഴി ഞാൻ അപ്പുറത്തേക്ക് നടക്കാം. ഞാൻ ഇതുവഴി അപ്പുറത്തേക്ക് നടക്കാം. അല്ലെങ്കിൽ ആൾക്കാർ കണ്ടാൽ പേടിക്കും. ഞാൻ അവിടെ എത്തുമ്പോഴത്തേക്ക് 5 സാറ്റ് അടിച്ചാൽ മതിയും. അങ്ങോട്ട് വരില്ലായിരിക്കും. ഇവിടെ ആണെങ്കിൽ ഒരുപാട് വവ്വാലുണ്ട് കൈസ്. ആരും എന്നെ കണ്ട് പേടിക്കല്ലേ. ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് ഉള്ളത് ബാക്കിയോ. അല്ലെങ്കിൽ ഞാൻ പേടിച്ച ചത്തേനെ. അല്ല, സ്ട്രീറ്റ് ലൈറ്റില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരില്ല പേടിയിട്ട്. ഞാൻ ചെരുപ്പൊന്നും ഇട്ടില്ല. ചെരുപ്പൊന്നും ഇടാതെ വന്നതാ. ചെരുപ്പ് അവിടെ കണ്ടു കഴിഞ്ഞാൽ ഉള്ളിൽ വിചാരിക്കും ഞാൻ അവിടെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് ഞാൻ ചെരുപ്പിടാതെ വന്നതാ. 89 60 പോവാം. Your time starts now. എന്തിനാ ചിരിക്കുന്നത്? എനിക്ക് ഒരാളെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റിയാ മതി. നാളെക്കേടൊന്ന് മാറാൻ വേണ്ടിട്ട്. നിന്റെ നിഴലത്. എന്തേ? ഒന്നുമില്ല, ഞാനൊരു വഴിപോക്കലാണ്. 5 സെറ്റ് അടിച്ചു. ഗൈസ്, ഞാൻ ഗേറ്റ് തുറന്നിട്ടുണ്ട് നേരെ പുറത്തേക്ക് പോയത്. അതിപ്പോ എനിക്കൊരു വിനയായി. പോയി നോക്കില്ലേ? ഞാൻ പോയി നോക്കുന്നു. അതെ, ഞാൻ പുറത്തേക്ക്. എന്തേ? ഞാൻ വെറുതെ ചോദിച്ചല്ലേ. എന്നാലും ഷാമി പാർക്ക് പോവോ? ഇനി ഇതിന്റെ പുറകിൽ തന്നെ ഉണ്ടോ? നേരത്തെ എൻ്റെ അതുപോലെ അല്ലേ? എന്തൊക്കെയായിരുന്നു ഇവിടെ? ഞാൻ അതുവഴി പോയി. ഞാൻ ആദ്യം അവിടേക്ക് പോയി. അവിടുന്ന് കുറെ നടന്നടിച്ചു. അപ്പൊ എനിക്ക് പേടിയാവുക. ആരെങ്കിലും ഞാൻ അവിടെ നിൽക്കുന്നുണ്ട് പേടിക്കും. അപ്പൊ ഞാൻ ഇതുവഴി പോയിട്ട് അതിലൂടെ വന്ന് ഇവിടെ സാറ്റ് അടിക്കുന്ന സൗണ്ട് ഇട്ടപ്പോ എനിക്കൊരു ധൈര്യം. ഇനിയിപ്പോ പുറത്തേക്ക് വരില്ലാന്ന്. അപ്പൊ ഞാൻ നേരെ വന്നിട്ട് ഇവിടെ ഇരുന്ന്. അപ്പോഴാണ് പറഞ്ഞത് ശ്യാമി 5 സ്ഥലത്ത് അതേ സ്ഥലത്ത് ഞാൻ ഇരുന്നുണ്ടാവുന്നു. എനിക്ക് 2 എണ്ണത്തിനും കിട്ടി. 2 റൗണ്ടിൽ 2 ആളെ മിസ് ആയത്. ഈ റൗണ്ടിൽ 2 ആളെ ഞാൻ പിടിച്ചു. എനിക്കിത് ഇവിടെ വരെ നടക്കേണ്ട ആവശ്യം വന്നിട്ടുള്ളൂ. 1 മിനിറ്റിനുള്ളിൽ 2 ആളെ കണ്ടുപിടിച്ച്. അതിന് വേണ്ടി ഞാൻ കുറെ ഓടി. അതും ചെരുപ്പിടാതെ. ചെരുപ്പ് ഞാൻ ഇവിടെ അയച്ചത് തെറ്റിദ്ധരിപ്പിക്കാനല്ലേ? അതെനിക്ക് അറിയായിരുന്നു. ഇവളെ ബുദ്ധി പോകുന്നൊക്കെ എനിക്കറിയാം. പക്ഷെ എന്നാലും ഇവള് പാർക്കിൽ ഒളിക്കുന്നുള്ള ഞാൻ പ്രതീക്ഷയില്ല. ഇവളെ പുറത്ത് കണ്ടപ്പോ ഇവളുള്ള ധൈര്യത്തിന് പുറത്തേക്ക് പോയിട്ടുണ്ടാവും വെച്ചിട്ടാണ് ഞാൻ പുറത്തേക്ക് നടന്നത്. ഞാൻ ഓരോ വീടിനൊക്കെ പറഞ്ഞാൽ നാളെ രാവിലെ സെക്യൂരിറ്റി CCTV എങ്ങാനും ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇതുവഴി ഓടുന്നു അതുവഴി ഓടുന്നു. അപ്പൊ ഏറ്റവും കൂടുതൽ സാറ്റ് അടിച്ചതിന് 5 ചേച്ചിയെ പ്രഖ്യാപിക്കുന്നു. ഒരുപാട് ശബ്ദം ഉണ്ടെങ്കില് അല്ലെങ്കിൽ തന്നെ ഞങ്ങൾ കാറ് ഇവിടെ ഫുള്ള് എല്ലാരും നാട്ടുകാരെ വന്ന് അറിയിച്ചിട്ടുണ്ട്. ഇനി കൈയടിച്ചിട്ടും കൂടി വേണ്ട. 5 ആണ്. പിന്നെ ഏറ്റവും കൂടുതൽ
ചാലഞ്ചിൽ ഇതുവരെ കൂടുതലായിട്ട് ചരിത്രത്തിൽ ആദ്യമായി പൊത്താതെ ഒരുപാട് പൊത്താതെ എത്ര വർഷത്തിൽ പൊത്തിയിട്ടില്ല, അധികം അവളെ കണ്ടുപിടിക്കാതെ ഓള് രക്ഷപ്പെട്ടതിന് വലിയ കൈയ്യടി. സ്പെഷ്യൽ എന്തായിരുന്നു? സൗണ്ട് ഉണ്ടാക്കാൻ മതി 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 മതി. ഇനി കൊറേ പൊത്തേന് അത് മറച്ചു വെക്കണ്ട. അത് ശരിയാ. 5 റൗണ്ടിൽ 3 റൗണ്ടിൽ പൊത്തി. ഒന്നിവളെ മണ്ടത്തരം കാരണം അത് ഞാൻ വിട്ടുതരൂല. അത് പക്ഷെ മണ്ടത്തരം പറയുന്നത് അതൊരു ഇവർക്ക് നല്ല ദേഷ്യം ഉണ്ട് എന്റെ അടുത്ത്. ഞാൻ എത്ര നേരം ചിരിക്കരുത് ചിരിക്കരുത് ഇവിടെ എന്നെ അവിടെ വന്ന് നോക്കിട്ട് ഇവിടെ വന്നിട്ട് ചട്ടം ചെയ്തു. അവിടൊന്നും മിണ്ടില്ല. അല്ല അവിടെ നിന്ന് മിണ്ടി എനിക്ക് എന്തോ പ്രശ്നം തോന്നി. 4:30 കഴിഞ്ഞ് 4:45 കിടന്നുറങ്ങണ്ടേ. അപ്പൊ നല്ല അടിപൊളി ചാലഞ്ച് ആയിരുന്നു. ശരിക്കും ആരും എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു സാധനമായിരിക്കും. പക്ഷെ 3:33 നമ്മൾ തുടങ്ങിയ ചാലഞ്ച്. പക്ഷെ നമ്മൾ ഒരൊറ്റ പ്രേതത്തിനെയോ ഭൂതത്തിനെയോ ഒന്നും കണ്ടില്ല. ഇനി കാണാതിരിക്കട്ടെ. ഇനി പറയാൻ പറ്റില്ല, നിങ്ങൾ ഒളിച്ചിരുന്നോട് തൊട്ടടുത്ത് ഇരുന്നിരുന്നൊന്നും അറിയില്ല. ഫൂട്ടേജ് അങ്ങനെ വരുന്ന വഴിക്ക് ഒരു ബവാലിന്റെ തലയിൽ മുകളിൽ കൂടെ പോയി. അപ്പൊ ഗൈസ് ഇന്നത്തെ ചാലഞ്ച് അടിപൊളിയായിരുന്നു. 3:33 നമ്മൾ തുടങ്ങിയ ചാലഞ്ചാണ്. ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നില്ല. നമ്മൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരു അടിപൊളി. അതെ അതെ, നല്ല പേടിയുണ്ടായിരുന്നു, പക്ഷെ നല്ല ഫണ്ണായിരുന്നു. ടോട്ടലി കാര്യം ഞങ്ങൾ പൊത്തിയിട്ടില്ല. എനിക്ക് വലിയ രസമില്ലായിരുന്നു. നല്ല ഫണ്ണായിട്ടുള്ള ചാലഞ്ച് ആയിരുന്നു. അപ്പൊ ഗൈസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ വരും. അതുവരെ ദിസ് ഇസ് ഷാമിയ, ദിസ് ഇസ് ശ്രീലക്ഷ്മി, ദിസ് ഇസ് സഞ്ജിത.